എൻ്റെ പേര് ഡോക്ടർ ബിനോയ് DS. ഞാനിപ്പോൾ ഹാൻഡ്ബോൾ കോച്ചായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ NCOI ഗാന്ധിനഗറിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ജനിച്ചത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള പട്ടാരി എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്ത് ആണ്. അവിടെ നിന്ന് ആണ് ഞാൻ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചത് പട്ടാരി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. 6th മുതൽ ഞാൻ പഠിച്ചത് സൈനിക സ്കൂൾ കരക്കൂട്ടം ട്രിവാൻഡ്രത്താണ്. 6th മുതൽ 12th വരെ ഞാൻ സൈനിക സ്കൂൾ കരക്കൂട്ടത്താണ് പഠിച്ചത്. അവിടെ നിന്ന് 93-ൽ ഞാൻ 1993-ൽ ഞാൻ 12th പാസ്സായിട്ട് 1994-ൽ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുകയുണ്ടായി. അവിടെ നിന്നാണ് എൻ്റെ ഹാൻഡ്ബോൾ ജീവിതം ആരംഭിക്കുന്നത്. എൻ്റെ ഹാൻഡ്ബോൾ ജീവിതം തുടങ്ങിയത് എൻ്റെ ബേസിക്കലി ഞാൻ വോളിബോൾ പ്ലെയർ ആയിരുന്നു. അത് കഴിഞ്ഞ് എയർഫോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹാൻഡ്ബോളിലേക്ക് ചേഞ്ച് ആയത്. അപ്പോൾ തന്നെ എയർഫോഴ്സിന് വേണ്ടിയും സർവീസസ് ടീമിന് വേണ്ടിയും പിന്നെ തമിഴ്നാട് ടീമിന് വേണ്ടിയും കളിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് NIS ഡിപ്ലോമ 2006-7 NIS ഡിപ്ലോമ NS പട്യാലയിൽ നിന്ന് ഡിപ്ലോമ ചെയ്തു. അത് കഴിഞ്ഞ് എയർഫോഴ്സ് ടീം കോച്ചായി, സർവീസ് ടീം കോച്ചായി. ആ കാലയളവിൽ എയർഫോഴ്സ് ഇൻ്റർ സർവീസസിൽ ഫസ്റ്റ് വന്നു, സർവീസസ് ടീം നാഷണൽസിൽ ഫസ്റ്റ് വന്നു. അത് കഴിഞ്ഞ് എയർഫോഴ്സിൽ നിന്ന് റിട്ടയർഡായി കഴിഞ്ഞിട്ടാണ് ഞാൻ 2019-ലാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തത്. ആദ്യമേ എൻ്റെ പോസ്റ്റിംഗ് കാര്യവട്ടം LNCPയിലായിരുന്നു. അവിടെ 2 വർഷം കോച്ചായിട്ടും ടീച്ചിങ് ഫാക്കൽറ്റിയിലും വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ 3 വർഷമായിട്ട് ഞാൻ NCOI ഗാന്ധിനഗർ, ഞങ്ങളുടെ സായിയുടെ മെയിൻ ടീം അവിടെയാണ് ഉള്ളത്. അതിൻ്റെ ഹെഡ് കോച്ചായി വർക്ക് ചെയ്യുന്നു. 1994-ൽ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ എൻ്റെ ജീവിതം ആരംഭിക്കുകയായി ഡിഫൻസിൽ. ആ സമയത്ത് ഞാനൊരു വോളിബോൾ പ്ലെയർ ആയിരുന്നു. ആക്ച്വലി ഞാൻ സൈനിക സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സൈനിക സ്കൂൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു, വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഞങ്ങൾ ഓൾ ഇന്ത്യ സെൻട്രൽ സ്കൂളിൽ പോയിട്ട് 2nd പ്ലേസ് വരികയുണ്ടായി. എയർഫോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹാൻഡ്ബോളിലേക്ക് ചേഞ്ച് ആയത്. ഹാൻഡ്ബോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഗെയിം. അതിനകത്ത് വോളിബോളും ബാസ്ക്കറ്റ് ബോളിൻ്റെയും ഫുട്ബോളിൻ്റെയും എല്ലാ ആക്ടിവിറ്റീസും അതിനകത്ത് ഹാൻഡ്ബോളിൽ നമുക്ക് കഴിയണം. ആക്ച്വലി ജമ്പിങ് ഉണ്ട്, സ്പീഡുണ്ട്, ഇൻട്രൻസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഹാൻഡ്ബോളിനകത്ത് നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും, ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഹാൻഡ്ബോളിൽ നമുക്ക് വേണം. അപ്പോൾ എനിക്ക് അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഗെയിമായിട്ട് തോന്നിയിട്ടാണ് ഞാൻ അപ്പോൾ ചേഞ്ച് ചെയ്തത്. എൻ്റെ കോച്ച് മിസ്റ്റർ KN സിംഗ് എന്ന് പറഞ്ഞ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. കക്ഷിയാണ് എന്നെ ഹാൻഡ്ബോളിലേക്ക് കൊണ്ടുവന്നത്. കക്ഷിയുടെ അണ്ടറിൽ ഞാൻ 2 വർഷം കളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എയർഫോഴ്സ് ടീമിലേക്ക് സെലക്റ്റായി. അവിടെ എൻ്റെ കോച്ച് മിസ്റ്റർ വേണുഗോപാൽ സർ ആയിരുന്നു. വേണുഗോപാൽ സർ 1982 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് കളിച്ച ആളാണ്. അത് കഴിഞ്ഞ് മിസ്റ്റർ വേണുഗോപാലായിരുന്നു എൻ്റെ കോച്ച്. കക്ഷിയുടെ അണ്ടറിൽ ഞങ്ങൾ എയർഫോഴ്സ് നന്നായി കളിക്കുകയും ഇന്ത്യൻ സർവീസസിൽ പൊസിഷൻ വരികയും ചെയ്തു. അത് കഴിഞ്ഞ് 2006-2007 ഞാൻ NIS ഡിപ്ലോമ ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞ് 2009 മുതൽ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സ് ടീമിൻ്റെ കോച്ചായിട്ട് വർക്ക് ചെയ്തു. 2012-ൽ ഞങ്ങൾ ഇന്ത്യൻ സർവീസസിൽ ആദ്യമായിട്ട്, ഒത്തിരി നാൾക്ക് ശേഷം ആദ്യമായിട്ട് എയർഫോഴ്സ് ഫസ്റ്റ് വരികയുണ്ടായി. അത് കഴിഞ്ഞ് 2010-ൽ ഞാൻ സർവീസസ് ടീമിൻ്റെ കോച്ചായിട്ട് വർക്ക് ചെയ്തു. അന്ന് നാഷണൽസ് മധ്യപ്രദേശിൽ വെച്ചായിരുന്നു. അതിനകത്ത് സർവീസസ് ടീം നാഷണൽസിൽ ഫസ്റ്റ് വരികയുണ്ടായി. ഹാൻഡ്ബോൾ 2nd ഫാസ്റ്റസ്റ്റ് ഗെയിമാണ്, വേൾഡിലെ 2nd ഫാസ്റ്റസ്റ്റ് ഗെയിമാണ് ഹാൻഡ്ബോൾ. അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ, ഈ ലാസ്റ്റ് പാരീസ് ഒളിമ്പിക്സിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഗെയിമാണ് ഹാൻഡ്ബോൾ. ബിക്കോസ് അതിൻ്റെ ടൈം വന്നിട്ട് 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 മണിക്കൂർ ഗെയിം, ബോഡി കോൺടാക്റ്റ് ഗെയിം കാണാൻ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ആ സ്റ്റേഡിയം എപ്പോഴും ഹാൻഡ്ബോൾ കളിക്കുന്ന സ്റ്റേഡിയം ഫുള്ളായിട്ട് തന്നെയാണ് ഇരുന്നത്. അതിനകത്ത് ഡെൻമാർക്ക് എന്ന് പറയുന്ന കൺട്രിയാണ് ഫസ്റ്റ് വന്നത്. ഹാൻഡ്ബോൾ എന്ന് പറയുന്ന ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടി അതിൻ്റെ സ്പീഡാണ്. എപ്പോഴും അതിന് ഒരിക്കലും നമ്മൾ 16 പേരുടെ ടീം കളിക്കുമ്പോൾ അതിനകത്ത് അറ്റ് എ ടൈം കളിക്കുന്നത് 7 പേരാണ്.
ആ 7 പേര് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് സമയത്തും നമുക്ക് ഈ 16 പേരിനകത്ത് ഏത് സമയത്തും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ആ സബ്സ്റ്റിറ്റ്യൂഷനകത്ത് കാരണം അത്രമാത്രം സ്പീഡുള്ള ഇൻട്രൻസ് വേണ്ട ഗെയിം ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ആ സെയിം ലെവലിൽ കളിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ചേഞ്ചസ് വേണ്ടി വരും. 10 മിനിറ്റ് കളിച്ചിട്ട് ഒരു 2-3 മിനിറ്റിലേക്ക് വെളിയിൽ വന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും അകത്ത് പോയി ഫുൾ എനർജിയോടെ കളിക്കാൻ പറ്റുന്ന ഗെയിം ആവണം ഹാൻഡ്ബോൾ. കേരളത്തിൽ ഇപ്പോൾ ആ പഴയ തലമുറയ്ക്കകത്ത് ഒത്തിരി പേര് ഹാൻഡ്ബോളിൽ സ്റ്റേറ്റിലും സെൻട്രലിലും ജോലി വാങ്ങിച്ചിട്ടുണ്ട്. നാഷണൽസ് കളിച്ച് ഫസ്റ്റ് വന്നിട്ട് ഈ അടുത്തിടയ്ക്കായിട്ട് ഹാൻഡ്ബോളിൽ ഫെഡറേഷനിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ഹാൻഡ്ബോൾ ഇപ്പോൾ ആ പഴയ ലെവലിലേക്ക് വന്നിട്ടില്ല. പക്ഷേ വീണ്ടും അത് കേരളയുടെ ഹാൻഡ്ബോൾ അസോസിയേഷൻ കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ വന്നിട്ട് അതിൻ്റെ സെക്രട്ടറി വന്ന് SS സുധീർ നന്നായിട്ട് പരിശ്രമിച്ച് ഇപ്പോൾ വീണ്ടും കേരളത്തിൻ്റെ ഹാൻഡ്ബോൾ ഗെയിം വീണ്ടും നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേര് ഇപ്പോൾ ഹാൻഡ്ബോൾ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ബീച്ച് ഹാൻഡ്ബോളിൽ തന്നെ നമുക്ക് പൊസിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കേരള ഹാൻഡ്ബോൾ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്ത്യൻ ഹാൻഡ്ബോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് സീനിയർ ഏഷ്യൻ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കുവൈറ്റിൽ വെച്ച് നടന്നതിൻ്റെ ഹെഡ് കോച്ചായിട്ട് ടീമിൻ്റെ കൂടെ പോയ ആളാണ്. പക്ഷേ നമുക്ക് പൊസിഷനൊന്നും വരാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ അവിടെ കളിക്കുന്ന ഗെയിം ഇന്ത്യയിലെ വളരെ കുറച്ച് ഇൻഡോ ഹാൻഡ്ബോൾ മറ്റേ കോർട്ട്സേ ഉള്ളൂ. ഇൻഡോ ഹാൻഡ്ബോളാണ്. ഇൻഡോ കോർട്ടിലാണ് ഹാൻഡ്ബോൾ കളിക്കേണ്ടത്. അതിനകത്ത് ഉപയോഗിക്കുന്ന ബോൾ സെപ്പറേറ്റ് ആണ്. ഗം വെച്ചാണ് കളിക്കുന്നത്. ബോളിനകത്ത് ഗം പുരട്ടിയിട്ടാണ് നമ്മൾ ഹാൻഡ്ബോൾ കളിക്കുന്നത്. ഇന്ത്യയിലെ ആ ഗമ്മിനും ബോളിനും നല്ല വിലയായതുകൊണ്ട് എല്ലായിടത്തും അത് അവൈലബിൾ അല്ല. ഇപ്പോൾ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നമ്മൾ ലാസ്റ്റ് ഒരു 1 മന്തായിട്ട് ആ ഇന്ത്യൻ ടീം പോകുന്നതിൻ്റെ ലാസ്റ്റ് 1 മന്ത് നമ്മൾ ആ സെയിം ബോളും ഗമ്മും വെച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി നന്നായി പെർഫോം ചെയ്യാൻ ഇന്ത്യൻ ടീമിന് പറ്റി. ഇനി വരും കാലങ്ങളിൽ ഇതുപോലെ പ്രാക്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇന്ത്യൻ ഹാൻഡ്ബോളും മുന്നോട്ട് പോകുമെന്ന് പ്രത്യാശിക്കുന്നു. ഹാൻഡ്ബോൾ ഗെയിം കേരളത്തിൽ മാക്സിമം കുട്ടികൾ കളിക്കുന്നത് ഔട്ട്ഡോറിലാണ്. ഔട്ട്ഡോറിൽ കളിച്ചിട്ട് ഇൻഡോറിൽ കളിക്കുമ്പം വളരെ വളരെ വ്യത്യാസമാണ്. ഇൻഡോറിലെ ടെറാഫ്ലെക്സും ആ രീതികളെല്ലാം സെപ്പറേറ്റ് ആണ്. ഔട്ട്ഡോറിൽ മഡിൽ കളിച്ചിട്ട് ഇൻഡോറിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയ്ക്ക് പെട്ടെന്ന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് അതിനുള്ള ഫെസിലിറ്റി കേരളത്തിൽ വളരെ കുറവാണ്. അപ്പോൾ ഈ ഇൻഡോർ ഹാൻഡ്ബോൾ കേരളത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലോ അല്ലെങ്കിൽ നാഷണൽ ലെവലിലോ നന്നായി പെർഫോം ചെയ്യാൻ പറ്റൂ. പിന്നെ ഹാൻഡ്ബോളിൽ തന്നെ ഇൻഡോർ ഹാൻഡ്ബോളും ബീച്ച് ഹാൻഡ്ബോളും ഉണ്ട്. ബീച്ച് ഹാൻഡ്ബോൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ടീം സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ ഫസ്റ്റ് വന്നിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് നിറയെ ബീച്ച് ഉണ്ടായതുകൊണ്ട് അതിനകത്ത് കളിക്കാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ടായതുകൊണ്ട്. പക്ഷേ അതിൻ്റെ ബോളും അതിൻ്റെ കോർട്ടും എല്ലാം വ്യത്യാസമാണ്. ബീച്ച് ഹാൻഡ്ബോൾ കളിക്കുന്ന റബ്ബർ ബോൾ വെച്ചാണ്. അതുപോലെ തന്നെ കോർട്ട് വന്നിട്ട് 15 മീറ്റർ 27 മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം വ്യത്യാസം വെച്ചിട്ട് നമ്മുടെ ബീച്ച് ഹാൻഡ്ബോൾ ടീം കുറച്ചും കൂടി ഇൻഡോർ ഹാൻഡ്ബോളിനേക്കാളും നല്ലതാണ്. കേരളത്തിൽ മെൻ ടീമിൻ്റെ പെർഫോമൻസ് വിമൻ ടീമിനേക്കാളും പിന്നോക്കമാണ്. ഇപ്പോൾ ലാസ്റ്റ് മന്ത് കോട്ടയം MG യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഓൾ ഇന്ത്യ ഇൻഡോ യൂണിവേഴ്സിറ്റി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുകയുണ്ടായി. അതിനകത്ത് MG യൂണിവേഴ്സിറ്റി ഫസ്റ്റ് വരികയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് വരികയും ഉണ്ടായി. പെൺകുട്ടികളുണ്ടായി. സോ പെൺകുട്ടികളിൽ ഇപ്പോൾ പെർഫോമൻസ് നല്ല രീതിയിൽ കേരളത്തിലുണ്ട്. പക്ഷേ അവർക്കുള്ള ഫെസിലിറ്റീസ് ഇന്ത്യൻ ടീമിലേക്ക് വരാനുള്ള ഫെസിലിറ്റീസ് വളരെ കുറവാണ്. ബിക്കോസ് അവർ നാഷണൽസ് കളിക്കാൻ പോയിട്ട് അവർക്ക് പൊസിഷൻ കിട്ടാത്തതുകൊണ്ട് ആരും മെയിൻ ടീമിലേക്ക് വരാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പം യൂണിവേഴ്സിറ്റീസ് MG യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും നന്നായി കളിച്ച് അവരിപ്പോൾ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയിൽ മെഡൽ വന്നിട്ടുണ്ട്. ഹാൻഡ്ബോൾ എന്ന് പറഞ്ഞ ഗെയിം എല്ലാം വോളിബോളിൻ്റെ മൂവ്മെൻറ്റ്സ് ആയാലും ഫുട്ബോളിൻ്റെ മൂവ്മെൻറ്റ്സ് ആയാലും ബാസ്കറ്റ്ബോളിൻ്റെ മൂവ്മെൻറ്റ്സ് ആയാലും എല്ലാം ഉൾക്കൊള്ള ഒരു ഗെയിമാണ് ഹാൻഡ്ബോൾ. അതിനകത്ത് ജമ്പിങ്, സ്പീഡ്, എൻഡ്യൂറൻസ്, കോർഡിനേഷൻ എല്ലാം വേണ്ട ഗെയിമാണ്. അതുകൊണ്ട് ഹാൻഡ്ബോൾ എല്ലാവർക്കും കളിക്കാനും കാണാനും ഇഷ്ടപ്പെടാൻ പറ്റുന്നൊരു ഗെയിമാണ്.